വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ പത്മനാഭപുരം പാലസിൽ നിന്ന് ഇപ്പോൾ കോൺവെന്റ് ജംഗ്ഷനിൽ എത്തിയിരിക്കുവാണ്. പാലസിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ബസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കോൺവെന്റ് ജംഗ്ഷനിൽ നിന്ന് തൃപ്പരപ്പ് വാട്ടർഫോൾസിലോട്ടുള്ള ബസ്സാണിത്. നമ്മളുണ്ടല്ലോ പത്മനാഭപുരം പാലസിൽ നിന്ന് ഈ കോൺവെന്റ് ജംഗ്ഷൻ വരെ നമുക്കൊരാൾക്ക് 21 രൂപയായിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ നമ്മൾ കയറിയിരുന്നത് റോസ് കളർ ബസ്സായിരുന്നതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടായിരുന്നു. അതായത് വുമൻസിന് ഇവിടെ തമിഴ്നാട്ടിൽ ഫ്രീ ആണ്. ഇപ്പോൾ നമ്മൾ തൃപ്പരപ്പ് വാട്ടർഫോൾസിൽ എത്തിയിരിക്കുവാണ്. വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഞാനതിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഈ മെയിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും മതി. നമ്മുടെ ഈ ഒരു ട്രിപ്പ് പോയിട്ട് ഏകദേശം 1 വർഷം ആവുന്നുണ്ട്. അതായത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഞങ്ങളെല്ലാവരോട് ഈ ട്രിപ്പ് പോയത്. ഇതിൻ്റെ വീഡിയോ റിലീസായിട്ട് ഏകദേശം 8 മാസമായിട്ടുണ്ട്. ഭയങ്കര മടി പിടിച്ചിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോലും വിട്ടു പോകുന്നത്. നമ്മൾ ഈ ഒരു ട്രിപ്പ് പോകുമ്പം അവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ തമിഴ്നാടിൻ്റേതായിട്ടുള്ള ചൂടും കാര്യങ്ങളും ഒന്നും നമുക്ക് അധികം അനുഭവിക്കേണ്ടി വന്നില്ല. നല്ല കാലാവസ്ഥ ആയിരുന്നുകൊണ്ട് നന്നായിട്ട് നമുക്ക് ഈ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ വാട്ടർഫോൾസിലോട്ട് പോകുന്നതിൻ്റെ സൈഡിലെല്ലാം കുറേ കടകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. വാട്ടർഫോൾസിലോട്ട് നമ്മൾക്ക് ഒരാൾക്ക് 10 രൂപയായിരുന്നു കേട്ടോ എൻട്രി ഫീസ്. ഇപ്പം കുറേ കടകളും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. ഹലോ, നമ്മൾ ഫൈനലി തൃപ്പരപ്പ് വാട്ടർഫോൾസിൽ എത്തിയിരിക്കുവാണ്. ഇത് അവിടെ കാണുന്നതാണ്. ബാക്ക് ക്യാമറ കാണിച്ചാലേ നന്നായി കാണുള്ളൂ എന്ന് തോന്നുന്നു. നമ്മളിപ്പം ആദ്യം ലോക്കർ റൂമിലേക്ക് പോയിട്ട് നമ്മുടെ ബാഗൊക്കെ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ ഒരു ലോക്കറായിട്ടോ എടുത്തത്. ആ ലോക്കറിന് ഏകദേശം 40 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. വാട്ടർഫോൾസ് കാണാൻ വന്ന് നമ്മൾ അവസാനം വെള്ളത്തിലിറങ്ങി കേട്ടോ. നല്ല സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. അത്യാവശ്യം നല്ല സേഫ്റ്റിയിൽ തന്നെയാണ് ഇവരിത് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ വുമൻസിനും മെൻസിനും 2 സെപ്പറേറ്റ് രീതിയിലാണ് ഇവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങളുള്ളത്. പക്ഷേ നല്ല ഹൈ സ്പീഡിൽ വരുന്ന വെള്ളത്തിൻ്റെ അവിടെ മെൻസിനാണ് കേട്ടോ. അവിടെ കുറച്ചുകൂടെ വെള്ളം നല്ല സ്പീഡിലാണ് വരുന്നത്. അവിടെ തന്നെ നമുക്ക് കുറേ ലൈഫ് ഗാർഡും അങ്ങനെയൊക്കെ ഉണ്ട്. അവർ വെള്ളം നമ്മളിപ്പോൾ പോയത് നല്ല മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളത്തിന് ഭയങ്കര പവറായിരുന്നു. പിന്നെ ഈ നല്ല പവറുള്ളത് വുമൻസിൻ്റെ അവിടെ ഉണ്ട് കേട്ടോ. അവിടെ നമ്മുടെ തലയിലോട്ട് വീഴുമ്പോൾ തന്നെ ഭയങ്കര പവറിലാണ് വന്ന് വീഴുന്നത്. വെള്ളം പവറിൽ വന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കൈവരികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ വേലി പോലെയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതിൽ പിടിച്ചു നിൽക്കാവുന്നതാണ്. മുളക് ബജി എല്ലാം ഉണ്ട്. അക്ക ഒരു തന്നെ കൂടെ ഹായ് കൊടുക്ക. ബൈ 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 ബൈ. നമ്മൾ തിരിച്ച് വാട്ടർഫോൾസിൽ നിന്ന് തക്കല എത്തിയിരിക്കുവാണ്. ഇവിടെ നിന്നാണ് നമുക്ക് കന്യാകുമാരിക്കുള്ള ബസ് പോകേണ്ടത്. നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട്. തൃപ്പരപ്പ് വാട്ടർഫോൾസിൻ്റെ അവിടുന്ന് തക്കല വരെയും തക്കല ടു കന്യാകുമാരിയും നമുക്ക് ഏകദേശം
27ഉം 30ഉം രൂപയാണ് കേട്ടോ ആയിട്ടുണ്ടായിരുന്നത്. ഈ കന്യാകുമാരിയിലോട്ട് നമുക്ക് നമ്മൾ മുമ്പേ പറഞ്ഞ റോസ് ബസ് കിട്ടത്തില്ല. തമിഴ്നാട്ടിൽ ഒരു രക്ഷയില്ലെന്ന് തോന്നിയിട്ടുള്ളത് വണ്ടികളുടെ ഹോണാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ നല്ല ചെവിയിലോട്ട് തുളച്ച് കയറാത്ത ടൈപ്പ് ഹോണാണുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഭയങ്കര ലൗഡിലാണ് ഇവിടുത്തെ ഹോണെല്ലാം വർക്ക് ആവുന്നത്. അങ്ങനെ നീണ്ട 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ തക്കലേന്ന് കന്യാകുമാരി എത്തിയിരിക്കുവാണ്. അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗൂഗിളിൽ കുറച്ച് സെർച്ച് ചെയ്തിട്ടാണ് നമ്മളിപ്പം പോകാൻ പോകുന്ന സ്റ്റേ കിട്ടിയത്. ഈ സീ വ്യൂ ഒക്കെ നമ്മൾ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ ഫുള്ള് ബുക്കായിട്ടുണ്ടായിരുന്നു. അപ്പം ഓക്കെ, ഹോട്ടൽ സീലാൻഡ്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുവാണ്. നമ്മുടെ സ്റ്റേ ഹോട്ടൽ രാജം. ഇവിടെ അഞ്ചുമൻ അഞ്ചസ്മിൻ കൂടിയാ നമുക്ക് സ്ഥലം കാണിച്ചു തന്നു പോകുന്നുണ്ട്. ഇവിടുത്തെ സ്റ്റേ എല്ലാം ഉണ്ടല്ലോ 3 to 3 എന്നുള്ള രീതിയിലാണ്. 3ക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് പിറ്റേ ദിവസം ഈവനിങ് 3ക്കുള്ളിൽ തന്നെ ചെക്ക് ഔട്ട് ചെയ്യണം. കന്യാകുമാരിയിലോട്ടൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ നേരത്തെ തന്നെ ഹോട്ടൽ റൂംസ് ഒക്കെ നോക്കി സോർട്ട് ഔട്ട് ചെയ്തിട്ട് അവരോട് നേരത്തെ തന്നെ ഇൻഫോം ചെയ്ത് വെക്കണം. ഞങ്ങൾ ഓൾറെഡി 2-3 ഡേയ്സ് മുൻപേ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് റൂം കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. പെട്ടെന്ന് ഫിൽ ഔട്ടായി പോകും. നമ്മളുണ്ടല്ലോ നെറ്റിൽ നിന്ന് നോക്കി ഡയറക്റ്റ് റൂം ബുക്ക് ചെയ്തതാണ്. ട്രിപ്പ് അഡ്വൈസർ അല്ലെങ്കിൽ അഗോഡ അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒന്നും ത്രൂ അല്ല, നമ്മളല്ലാതെ തന്നെ ബുക്ക് ചെയ്തതാണ് കേട്ടോ. ഇത് ആപ്ലിക്കേഷൻസ് ത്രൂ ചെയ്യുമ്പം അവരുടെ സർവീസ് ചാർജോടെ ചേർത്തിട്ട് കുറച്ചുകൂടെ റേറ്റ് കൂടും. നമ്മൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 1800 രൂപയാണ്, ഇൻക്ലൂഡിങ് AC റൂം. നമ്മളിപ്പോൾ രാത്രിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കടകളൊക്കെ കണ്ട് പോകാമെന്ന് വിചാരിച്ചു. നിറയെ ശംഖ് കൊണ്ടുള്ള ഓരോരോ സാധനങ്ങളൊക്കെ. രാത്രിയിൽ ഫുഡ് കഴിക്കാൻ പോയ ഞങ്ങളാട്ടോ അവിടുത്തെ കടകൾ മുഴുവൻ കയറി ഇറങ്ങി ശംഖ് വെച്ചിട്ടുള്ള സകലമാന സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. അടിപൊളി. നമുക്ക് കയ്യിലിടുന്ന ബാൻഡ്, ഹെയർ ബാൻഡ്, ശംഖ് വെച്ചിട്ടുള്ള അങ്ങനെ കുറേ സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് പേള് കൊണ്ടുള്ള മാല. പേള് കൊണ്ടുള്ള ഒറിജിനൽ പേളും കിട്ടും, ഡ്യൂപ്ലിക്കേറ്റ് പേളും കിട്ടും. പല റേറ്റിൽ നമ്മൾ പറയുന്നതിനനുസരിച്ച് കിട്ടും. ഇവിടെ ഉണ്ടല്ലോ ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയത് മീൻ വറുത്തതാണ് കേട്ടോ. മീൻ വറുത്തത് ഇങ്ങനെ ഇതുപോലെ പൊരിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് നിന്ന് സോർട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഇത് തമിഴ്നാട്ടിൽ വരുമ്പോൾ നമ്മളെല്ലാവരും ആദ്യം ട്രൈ ചെയ്യുന്നത് മസാല ദോശ ആയിരിക്കും അല്ലേ. ഇപ്പം നമ്മൾ ഇത്തവണ പുതിയ പൊടിദോശയാണ് ഓർഡർ ചെയ്തിരുന്നത്. ഭയങ്കര ടേസ്റ്റായിരുന്നു. പൊടിദോശയും മീൻ പൊരിച്ചതും കൊത്തു പൊറോട്ടയാണ് കേട്ടോ ഞങ്ങളന്ന് നൈറ്റ് കഴിച്ചത്. 3 സാധനങ്ങളും ഭയങ്കര ടേസ്റ്റായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു. മീൻ മസാലയൊക്കെ പറ്റി വെച്ചിട്ട് നല്ല ഒന്നാന്തര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഈ വീഡിയോയുടെ പാർട്ട് 3 ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.